ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? വി ഹരി നായർ. കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് വി ഹരി നായറാണ്. ലോക സർക്കാർ ഉച്ചകോടി 2024 നടന്നത് എവിടെ വെച്ചാണ്? ദുബായ്. ലോക സർക്കാർ ഉച്ചകോടി 2024 നടന്നത് ദുബായിലാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗമായി വീണ്ടും നിയമിതനായത് ആരാണ്? കെ ബൈജുനാഥ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗമായി വീണ്ടും നിയമിതനായത് കെ ബൈജുനാഥാണ്. ലോകബാങ്കിൻ്റെ 2023 പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 38ാമത്. ലോകബാങ്കിൻ്റെ 2023 പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 38ാമതാണ്. സമുദ്രങ്ങൾ, അന്തരീക്ഷം, കാലാവസ്ഥ തുടങ്ങിയവയെപ്പറ്റി പഠനം നടത്തുന്നതിനായി നാസ അടുത്തിടെ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പെയ്സ്. സമുദ്രങ്ങൾ, അന്തരീക്ഷം, കാലാവസ്ഥ തുടങ്ങിയവയെപ്പറ്റി പഠനം നടത്തുന്നതിനായി നാസ അടുത്തിടെ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പെയ്സ്. ഇതിൻ്റെ വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9 റോക്കറ്റാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വരൂപിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഏത് പദ്ധതിയാണ് 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതി റദ്ദാക്കിയത്? ഇലക്ടറൽ ബോണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വരൂപിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഇലക്ടറൽ ബോണ്ട് എന്ന പദ്ധതിയാണ് 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതി റദ്ദാക്കിയത്. ജമ്മു കാശ്മീരിലെ പുൽവാമ ഭീകരാക്രമണത്തിന് 2024 ഫെബ്രുവരി 14 എത്ര വർഷമാണ് തികഞ്ഞത്? 5 വർഷം. ജമ്മു കാശ്മീരിലെ പുൽവാമ ഭീകരാക്രമണത്തിന് 2024 ഫെബ്രുവരി 14 5 വർഷമാണ് തികഞ്ഞത്. ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചത് ന്യൂഡൽഹിയിലാണ്. ഈ അടുത്ത കാലത്ത് ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചത് ന്യൂഡൽഹിയിലാണ്. 2024 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. 2024 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. 2022-23 തദ്ദേശ സ്വയംഭരണ പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്താണ്. 2022-23 തദ്ദേശ സ്വയംഭരണ പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്തിനെയാണ്. 2022-23 തദ്ദേശ സ്വയംഭരണ പുരസ്കാരങ്ങളിൽ മികച്ച നഗരസഭയായി തിരഞ്ഞെടുത്തത് ഗുരുവായൂർ നഗരസഭയാണ്. 2022-23 തദ്ദേശ സ്വയംഭരണ പുരസ്കാരങ്ങളിൽ മികച്ച നഗരസഭയായി തിരഞ്ഞെടുത്തത് ഗുരുവായൂർ നഗരസഭയാണ്. മലേഷ്യയുടെ പുതിയ രാജാവായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഇബ്രാഹിം ഇസ്കാന്ദർ സുൽത്താൻ. മലേഷ്യയുടെ പുതിയ രാജാവായി നിയമിക്കപ്പെട്ടത് ഇബ്രാഹിം ഇസ്കാന്ദർ സുൽത്താനാണ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ അടുത്തിടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? പുരസ്കാരങ്ങളിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെയും നർഗീസ് ദത്തിൻ്റെയും പേരുകൾ ഒഴിവാക്കി. ഇന്ദിരാഗാന്ധിയുടെയും നർഗീസ് ദത്തിൻ്റെയും പേരിൽ നൽകിയിരുന്ന പുരസ്കാരങ്ങളിൽ നിന്നും ഇവരുടെ പേരുകൾ ഒഴിവാക്കിയതാണ് പ്രധാന മാറ്റം. കൂടാതെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര തുക 10 ലക്ഷമായിരുന്നത് 15 ലക്ഷമായി ഉയർത്തി. കൂടാതെ പ്രത്യേക ജൂറി പുരസ്കാരങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ അടുത്തിടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ. ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ തിരികെ നൽകിയാൽ 10 രൂപ വീതം നൽകുന്ന സംവിധാനം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ തിരികെ നൽകിയാൽ 10 രൂപ നൽകുന്ന സംവിധാനം നടപ്പിലാക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. അസർബൈജാൻ്റെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഇൽഹാം അലിയേവ്. അസർബൈജാൻ്റെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൽഹാം അലിയേവാണ്. ഏത് മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയവരെ ആദരിക്കാനാണ് ഗോവിന്ദ് സ്വരൂപ് ലൈഫ് ടൈം അവാർഡ് ഏർപ്പെടുത്തിയത്? അസ്ട്രോണമി. ഏത് മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയവരെ ആദരിക്കാനാണ് ഗോവിന്ദ് സ്വരൂപ് ലൈഫ് ടൈം അവാർഡ് ഏർപ്പെടുത്തിയത്? അസ്ട്രോണമി. 2023 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്? മോച്ച. 2023 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോച്ച. കേന്ദ്ര സർക്കാർ 2021 മാർച്ചിൽ
ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച ഉത്തരാഖണ്ഡിലെ ക്ഷേത്രം ഏതാണ്? തുംഗനാഥ് ക്ഷേത്രം. കേന്ദ്ര സർക്കാർ 2023 മാർച്ചിൽ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച ഉത്തരാഖണ്ഡിലെ ക്ഷേത്രം തുംഗനാഥ് ക്ഷേത്രമാണ്. ആസാദി എന്ന ലേഖന സമാഹാരത്തിന് 45ാമത് യൂറോപ്യൻ എസ്സേ പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ്? അരുന്ധതി റോയ്. ആസാദി എന്ന ലേഖന സമാഹാരത്തിന് 45ാമത് യൂറോപ്യൻ എസ്സേ പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി അരുന്ധതി റോയ് ആണ്. ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തതെന്നാണ്? 2023 മെയ് 28. ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28. ലോക ജനസംഖ്യയിൽ ചൈനയെ മറികടന്ന് ഇന്ത്യ 1ാം സ്ഥാനത്തെത്തിയതായി UN പോപ്പുലേഷൻ ഫണ്ട് പ്രഖ്യാപിച്ചതെന്നാണ്? 2023 ഏപ്രിൽ 19. ലോക ജനസംഖ്യയിൽ ചൈനയെ മറികടന്ന് ഇന്ത്യ 1ാം സ്ഥാനത്തെത്തിയതായി UN പോപ്പുലേഷൻ ഫണ്ട് പ്രഖ്യാപിച്ചത് 2023 ഏപ്രിൽ 19. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? കുമരകം. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം കുമരകമാണ്. 2023 ഫെബ്രുവരിയിൽ രാജ്യസഭയെ നിയന്ത്രിച്ച കേരളത്തിൽ നിന്നുള്ള വനിതാ അംഗം ആരാണ്? PT ഉഷ. 2023 ഫെബ്രുവരിയിൽ രാജ്യസഭയെ നിയന്ത്രിച്ച കേരളത്തിൽ നിന്നുള്ള വനിതാ അംഗം PT ഉഷയാണ്. കേരളത്തിന് ആദ്യമായി അനുവദിച്ച വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഇന്ത്യയിലെ എത്രാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസാണ്? 13ാമത്തെ. കേരളത്തിന് ആദ്യമായി അനുവദിച്ച വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഇന്ത്യയിലെ 13ാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസാണ്. പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഹരിയാന. പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹരിയാനയാണ്. 2019 നവംബറിൽ 40ലേറെ തൊഴിലാളികൾ കുടുങ്ങിപ്പോയ സിൽക്കാര തുരങ്കം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിൽ. 2019 നവംബറിൽ 40ലേറെ തൊഴിലാളികൾ കുടുങ്ങിപ്പോയ സിൽക്കാര തുരങ്കം ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2023 പുറത്തുവിട്ട ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 111. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2023 പുറത്തുവിട്ട ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111ാമതാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനായി 2023 ഒക്ടോബറിൽ CBI രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ചക്ര. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനായി 2023 ഒക്ടോബറിൽ CBI രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ചക്ര. പട്ടികജാതി വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ. പട്ടികജാതി വിഭാഗത്തിലെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ. കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയം 2023 ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജായി തിരഞ്ഞെടുത്ത കിരീടേശ്വരി ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയം 2023 ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജായി തിരഞ്ഞെടുത്ത കിരീടേശ്വരി വില്ലേജ് ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിൽ. 2023 ഒക്ടോബർ 20 പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് റീജിയണൽ റെയിൽ സർവീസ് ഏതാണ്? നമോ ഭാരത്. 2023 ഒക്ടോബർ 20 പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് റീജിയണൽ റെയിൽ സർവീസാണ് നമോ ഭാരത്. ഇസ്രായേലിലെ യുദ്ധഭൂമിയിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കുന്ന ദൗത്യമാണ് ഓപ്പറേഷൻ അജയ്. ഇസ്രായേലിലെ യുദ്ധഭൂമിയിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യം അറിയപ്പെട്ടത് ഓപ്പറേഷൻ അജയ് എന്നാണ്. 2023 ഓഗസ്റ്റിൽ ഉദ്ഘാടനം ചെയ്ത സബ്കാ മന്ദിർ ഏത് രാജ്യത്തെ ആദ്യത്തെ ഹൈന്ദവ ക്ഷേത്രമാണ്? തായ്വാൻ. 2023 ഓഗസ്റ്റിൽ ഉദ്ഘാടനം ചെയ്ത സബ്കാ മന്ദിർ തായ്വാനിലെ ആദ്യത്തെ ഹൈന്ദവ ക്ഷേത്രമാണ്. 2023 സെപ്റ്റംബറിൽ ഡൽഹിയിൽ നടന്ന ലേലത്തിൽ റെക്കോർഡ് തുകയായ 61.8 കോടി രൂപയ്ക്ക് വിറ്റുപോയ ചിത്രമായ ദി സ്റ്റോറി ടെല്ലർ ആരുടെ സൃഷ്ടിയാണ്? അമൃത ഷേർഗിൽ. 2023 സെപ്റ്റംബറിൽ ഡൽഹിയിൽ നടന്ന ലേലത്തിൽ റെക്കോർഡ് തുകയായ 61.8 കോടി രൂപയ്ക്ക് വിറ്റുപോയ ചിത്രം ദി സ്റ്റോറി ടെല്ലർ അമൃത ഷേർഗിലിൻ്റെ സൃഷ്ടിയാണ്. ടൂറിസം വകുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം 2023 ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിനോദസഞ്ചാരികൾ എത്തിയ കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കി.
ടൂറിസം വകുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം 2023 ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിനോദസഞ്ചാരികൾ എത്തിയ കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം ഏതാണ്? സി സ്പേസ്. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. ഗർഭചിത്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഫ്രാൻസാണ്. ഗർഭചിത്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഫ്രാൻസാണ്. ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം സ്ഥാപിച്ച നഗരം ഏതാണ്? ഉജ്ജയിനി. ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം സ്ഥാപിച്ച നഗരം ഉജ്ജയിനിയാണ്. വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിലൊരിക്കൽ ബാഗ് രഹിത സ്കൂൾ ദിനം പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിലൊരിക്കൽ ബാഗ് രഹിത സ്കൂൾ ദിനം പ്രഖ്യാപിച്ചത് മധ്യപ്രദേശിലാണ്. അനിയന്ത്രിതമായി ഡെങ്കിപ്പനി പടർന്നതിനെ തുടർന്ന് 2024 ഫെബ്രുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? പെറു. അനിയന്ത്രിതമായി ഡെങ്കിപ്പനി പടർന്നതിനെ തുടർന്ന് 2024 ഫെബ്രുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം പെറുവാണ്. ഫിഡെ ലോക റാങ്കിങ്ങിൽ ഇടം നേടിയ ആദ്യത്തെ മലയാളി ചെസ് താരം ആരാണ്? SL നാരായണൻ. ഫിഡെ ലോക റാങ്കിങ്ങിൽ ഇടം നേടിയ ആദ്യത്തെ മലയാളി ചെസ് താരം SL നാരായണനാണ്. കേരളത്തിലെ ഏത് മുൻ ചീഫ് സെക്രട്ടറിയുടെ ആത്മകഥയാണ് അതിജീവനം? ഡോക്ടർ വിശ്വാസ് മെഹ്ത. കേരളത്തിലെ മുൻ ചീഫ് സെക്രട്ടറിയായ ഡോക്ടർ വിശ്വാസ് മെഹ്തയുടെ ആത്മകഥയാണ് അതിജീവനം. 66ാമത് ഗ്രാമി അവാർഡുകളിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ദിസ് മൊമെൻ്റ് എന്ന മ്യൂസിക് ആൽബത്തിനാണ്. 66ാമത് ഗ്രാമി അവാർഡുകളിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള ദിസ് മൊമെൻ്റ് എന്ന ആൽബത്തിനാണ്. 2024 ഫെബ്രുവരി 25 മുതൽ 10 ദിവസത്തേക്ക് ഇന്ത്യൻ വ്യോമസേന അന്താരാഷ്ട്ര പദവി അനുവദിച്ച ഇന്ത്യയിലെ വിമാനത്താവളം ഏതാണ്? ജാംനഗർ വിമാനത്താവളം. 2024 ഫെബ്രുവരി 25 മുതൽ 10 ദിവസത്തേക്ക് ഇന്ത്യൻ വ്യോമസേന അന്താരാഷ്ട്ര പദവി അനുവദിച്ച ഇന്ത്യയിലെ വിമാനത്താവളം ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളമാണ്. കേരളത്തിലെ വില്ലേജ് ഓഫീസുകളിൽ 2024 ഫെബ്രുവരിയിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത. കേരളത്തിലെ വില്ലേജ് ഓഫീസുകളിൽ 2024 ഫെബ്രുവരിയിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.